ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള വേടൻ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഇതേപോലെ കാര്യങ്ങൾ പറയാറുണ്ട്, പാട്ടിലൂടെ കലാപരമായിട്ട് രാഷ്ട്രീയത്തെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഇപ്പോൾ ലാസ്റ്റിലേക്ക് നേരത്തെ ആങ്കർ എടുത്ത് പറഞ്ഞ ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റും ഭയങ്കര കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ്. തഴയപ്പെടുന്ന ഏതൊരു ആർട്ടിസ്റ്റും ഏത് മേഖലയിലായാലും അവൻ്റെ ഒരു അൺലീഷിംഗ് ആണ് ആ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു പെർഫോമൻസും ഇത്തരം രാഷ്ട്രീയം പറയണം എന്നുള്ളൊരു തോട്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഓക്കെ അതിനകത്ത് രാഷ്ട്രീയം കൃത്യമായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ല, പക്ഷെ അതിനപ്പുറം ഒരു ടീം സ്പിരിറ്റ്, അതായത് നമ്മൾ അറിഞ്ഞിരുന്ന, നമ്മൾ അനുഭവിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അതായത് ഇത്തരം ഇപ്പോൾ സ്പോർട്സിലായാലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട്, ഇതുപോലത്തെ പെർഫോമിങ് ആർട്സിൽ സ്റ്റേജിൽ കയറി അത് മിന്നുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതൊരു സ്പാർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. അത് ഈ ആർക്കും ഒരിക്കലും അതിന് ശരിക്ക്, അതിപ്പോൾ ഏതൊരു മേഖലയിലായാലും ഒരാളൊരു കാര്യം കൃത്യമായിട്ട് തീരുമാനിച്ച് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് ചിലർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ടോട്ടൽ ഡെഡിക്കേഷൻ എന്നുണ്ടാകുന്നൊരു സംഗതിയാണ്. അത് തീർച്ചയായിട്ടും ഈ ചിത്രത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യണം. അതൊരു ഇൻസ്പിറേഷണൽ എലമെൻ്റാണ്. അപ്പോൾ അത് പറയണമെന്നായിരുന്നു നമ്മൾക്ക് ഫോർമോസ്റ്റ് ആയിട്ട് നമുക്കുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതിലൂടെ വന്നിരിക്കുന്ന മറ്റ് എലമെൻസിൻ്റെ ഭാഗമായാണ് ഈ രാഷ്ട്രീയം. അത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലുപരി ഈ സൗഹൃദത്തിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ വർണ്ണങ്ങൾക്കൊക്കെ എല്ലാം അതീതമാണ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് തിങ്കിങ്ങിൽ ആരെയും അതിനകത്തൊരു കൃത്യമായ സൗഹൃദത്തിന്, അത് ഒരാളെ എങ്ങനെ ഈ നമ്മളൊരു ടീമിലേക്ക് വരികയും കഴിവുള്ളവന് അത് പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായി വരും. പക്ഷെ അതല്ല, ചില ഘട്ടങ്ങളിൽ ചിലർക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ പറയണമെന്നായിരുന്നു നമ്മുടെ പ്രധാനമായ ഉദ്ദേശം. മുത്തശ്ശൻ ചെവിയിലെ വാച്ച് ടിക് ടിക് എന്ന് കേട്ട് നിൽക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ഷോട്ട് ഉണ്ട്. അത് ഇന്നത്തേക്ക് ചിലപ്പോൾ എത്രമാത്രം ആൾക്കാർ അറിഞ്ഞോളുന്നില്ല. പക്ഷെ ഇത് ആ കാലത്തെ റെഫറൻസ് ആണിത്. അത് എക്സാക്ട്ലി ഇത്തരം മൈന്യൂട്ട് റെഫറൻസസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഫറൻസസ് കൊണ്ടുവന്നതിനെ കുറിച്ചൊന്ന് പറയാം. അത് വളരെ ഒരു ഭയങ്കര ചോദ്യമാണ്. ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നൊരു സംഗതി കൊണ്ടാണ്. കാരണം പറയാം, ആ സീൻ പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ സംഭവിക്കുന്ന സംഭവമാണ്. അത് ആ പുള്ളി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ മനസ്സിൽ ലാസ്റ്റ് മിനിറ്റാണ് ഐഡിയ. എനിക്കിപ്പോഴും ഓർമ്മയില്ല, സുല്ല് പറഞ്ഞതാണോ മാത്യു പറഞ്ഞതാണോ അതോ അവിടെ ആർട്ടിലുണ്ടായിരുന്ന ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതോ ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ ഇത് അത്തരം ഡീറ്റെയിലിംഗ് നമ്മൾ ആ പടത്തിൽ പലയിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഗതി ഇപ്പം താങ്കൾ ചോദിച്ചത് ഞാനിപ്പോഴും അത്ഭുതപ്പെടുന്നു. ആരാണെന്ന് എനിക്ക് ഇതുവരെയും ഓർത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു അന്നത്തെ ഒരു പാൻഡമോണിയത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നോട് അത് പറഞ്ഞു, ഈ സംഗതി കൂടെ അത് ചെയ്താൽ അത് അതാണ് അത് അങ്ങനത്തെ കാര്യം. HMD വാച്ച് അതുപോലത്തെ വാച്ചുകളുള്ള സാധനം അത് പുള്ളി പറഞ്ഞു, എനിക്കത് അപ്പോൾ തന്നെ കണക്ട് ചെയ്തു. നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായൊരു ചോദ്യമായിരുന്നു.